Students, in the last class we have discussed about different basic terms and definitions used in income tax. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഫസ്റ്റ് എന്താണ് പേഴ്സൺ, ആരാണ് പേഴ്സൺ, ഇൻകം ടാക്സ് പർപ്പസിന് പേഴ്സൺ എന്ന് പറയുന്നത് ആരൊക്കെയാണ്. നെക്സ്റ്റ് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോളൂ അസസി. അസസി മീൻസ് എ പേഴ്സൺ ബൈ ഹൂം എനി എമൗണ്ട് പേയബിൾ ടു ഗവൺമെൻറ്. ടാക്സ് ആവാം, ഇൻട്രസ്റ്റ് ആവാം, ലോസ് വന്നിട്ടുള്ള റിട്ടേൺ ആവാം, റീഫണ്ട് ഇങ്ങോട്ട് കിട്ടാനാവാം, അങ്ങനെ എന്തെങ്കിലും ഗവൺമെൻറ് ഇൻകം ടാക്സ് അതോറിറ്റീസുമായിട്ട് ഒരു പ്രൊസീഡിങ്സ് എടുക്കുന്ന വ്യക്തിയെയാണ് നമ്മൾ അസസി എന്ന് വിളിക്കുന്നത്. ഇൻ സിമ്പിൾ ടേംസ് ഇറ്റ് ഈസ് ടേംഡ് ആസ് അസസി ഈസ് എ പേഴ്സൺ അഗെയിൻസ്റ്റ് ഹൂം എനി പ്രൊസീഡിങ്സ് അണ്ടർ ദിസ് ആക്ട് ഹാസ് ബീൻ ടേക്കൺ. അവിടെ അസസിയുടെ ക്ലാസിഫിക്കേഷൻ ആണ് നെക്സ്റ്റ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, 4 മാർക്സ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. Classification of assessee. Assessee is classified into 3. മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വൺ ഓർഡിനറി അസസി, സെക്കൻഡ് വൺ ഡീംഡ് അസസി ഓർ റെപ്രസെൻറ്റേറ്റീവ് അസസി, തേർഡ് വൺ അസസി ഇൻ ഡീഫോൾട്ട്. സോ വി ക്യാൻ എക്സ്പ്ലെയിൻ ഇൻ വൺ ബൈ വൺ. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ഓർഡിനറി അസസി. ഓർഡിനറി അസസി മീൻസ് എ പേഴ്സൺ ബൈ ഹോം any proceedings under the act has been taken for the assessment of his income. ഒരു ഇൻകത്തിന് വേണ്ടിയിട്ട്, ഇൻകത്തിൻ്റെ അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇൻകം ടാക്സിൻ്റെ എന്തെങ്കിലും പ്രൊസീഡിങ്സ് ഒരു വ്യക്തിക്ക് നേരെ എടുക്കുന്നുണ്ടെങ്കിൽ അയാളെ വിളിക്കുന്ന പേരാണ് ഓർഡിനറി അസസി. ഹിസ് ഇൻകം ഓർ ഇൻകം ഓഫ് എനി അതർ പേഴ്സൺ. സെക്കൻഡ് വൺ ഈസ് എ പേഴ്സൺ ഹു ഹാസ് സസ്റ്റെയിൻഡ് ലോസ് ആൻഡ് ഫയൽ എ റിട്ടേൺ ഓഫ് ലോസ്. ഈ വർഷം ഇൻകം ഒന്നുമില്ല, ഒരു വ്യക്തിക്ക് നഷ്ടമാണ് വന്നത്, ബിസിനസ്സിലോ ഏതെങ്കിലും ഹെഡിലോ ലോസ് ആണ് വന്നത്, ആ ലോസ് കാണിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഗവൺമെന്റിലേക്ക് അയാൾ അയച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് ഓർഡിനറി അസസി എന്ന് വിളിക്കാം. തേർഡ് വൺ എമൗണ്ട് ഓഫ് റീഫണ്ട് ഡ്യൂ ടു ഹിം. ഏതെങ്കിലും എമൗണ്ട് ഇൻകം ടാക്സ് അടച്ചത് കൂടുതൽ എമൗണ്ട് ആണെങ്കിൽ ഗവൺമെന്റ് നമുക്ക് എന്ത് തരും, റീഫണ്ട് തരും. അങ്ങനെ ഒരു റീഫണ്ട് കിട്ടാനുള്ള വ്യക്തിയാണെങ്കിലും ഹി ഈസ് നോൺ ആസ് ഓർഡിനറി അസസി. ഇനി ഒന്നുകൂടെ പറയാം, എ പേഴ്സൺ ബൈ ഹോം എനി ടാക്സ്, ഇൻട്രസ്റ്റ്, പെനാലിറ്റി അണ്ടർ ദിസ് ആക്ട് ഹാസ് ബീൻ പെയ്ഡ്. ഇൻകം ടാക്സിൻ്റെ ആക്ട് പ്രകാരം ടാക്സ് അടച്ച വ്യക്തിയാവാം, ടാക്സ് വൈകി അടച്ചതിന് ഇൻട്രസ്റ്റ് അടച്ച വ്യക്തിയാവാം, ടാക്സ് അടയ്ക്കാതിരുന്നതിന് പെനാലിറ്റി അടച്ച വ്യക്തിയാവാം. അവരെയൊക്കെ നമ്മൾ വിളിക്കുന്നത് എന്തെന്നാണ്, ഓർഡിനറി അസസി. ദിസ് ഈസ് ദ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. The second one is deemed or representative assessee. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഡീംഡ് എന്ന് പറഞ്ഞാൽ എന്താ, നോട്ട് ആക്ഷൻ അല്ലേ, യഥാർത്ഥത്തിൽ അസസി അല്ല, ബട്ട് നമ്മൾ അസസി ആയിട്ട് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യണം, അതാണ് ഡീംഡ് അസസി. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റെപ്രസെൻറ്റേറ്റീവ് അസസി. ആ പേരിൽ നിന്ന് തന്നെ അറിയാം, ദാറ്റ് പേഴ്സൺ റെപ്രസെൻറ്റിങ് അനദർ പേഴ്സൺ. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അയാൾ ആക്ച്വലി അസസി അല്ല, പക്ഷെ മറ്റൊരാളുടെ ഇൻകത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടോ അദ്ദേഹം അസസി ആവുന്നു. അതാണ് ഡീംഡ് ഓർ റെപ്രസെൻറ്റേറ്റീവ് അസസി. എക്സാമ്പിൾസ് ആർ ഇൻ കേസ് ഓഫ് മൈനർ. മൈനർ ആരാ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എ പേഴ്സൺ ഹു ഹാസ് നോട്ട് അറ്റൈൻഡ് ഏജ് ഓഫ് 18 years. 18 വർഷം പൂർത്തിയാകാത്ത, വയസ്സ് പൂർത്തിയാകാത്ത എല്ലാവരെയും നമുക്ക് എന്തെന്ന് വിളിക്കാം, മൈനർ എന്ന് പറയാം. അപ്പോൾ മൈനറുടെ നിയമം എന്താണ്, നമ്മൾ ലോ ബിസിനസ് റെഗുലേഷനിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. മൈനർക്ക് എന്താണ്, ഹി ഈസ് നോട്ട് ലീഗലി ബൗണ്ട് ടു എനി കോൺട്രാക്ട്. ലീഗലി ഒരു എഗ്രിമെന്റിൽ അദ്ദേഹത്തിന് പറ്റില്ല, മേജർ ആയതിനു ശേഷമാണ് അത് ലീഗലി ബൗണ്ട് ആവുള്ളൂ. അതുകൊണ്ട് തന്നെ മൈനർക്ക് സ്വന്തമായിട്ടൊരു ഇൻകം ഉണ്ടെങ്കിൽ അതിന് ഇൻകത്തിന് ടാക്സ് അടയ്ക്കുന്ന ആരായിരിക്കും, ഹിസ് ഗാർഡിയൻ. അത് എയ്തർ ഓഫ് ദ പാരൻസ് ആവാം, അച്ഛൻ്റെ ഇൻകത്തിൻ്റെ കൂടെ ആവാം, അമ്മയുടെ ഇൻകത്തിൻ്റെ കൂടെ ആവാം, ഓർ എനി അതർ ഗാർഡിയൻ്റെ ഇൻകത്തിൻ്റെ കൂടെ ആവാം. അപ്പോൾ മൈനറുടെ കേസിൽ ഓർ ലുനാറ്റിക്. ലുനാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, അൺസൗണ്ട് മൈൻഡുള്ള ആൾ അല്ലേ, അതായത് ബുദ്ധി സ്ഥിരതയില്ലാത്ത വ്യക്തി. ഇവർക്കൊക്കെ സ്വന്തമായിട്ട് ഇൻകം ഉണ്ടെങ്കിൽ അവരുടെ ഇൻകത്തിന് വേണ്ടിയിട്ട് ഇൻകം ടാക്സ് അടയ്ക്കുന്ന അസസി എന്ന് പറയുന്നത് അവരുടെ ഗാർഡിയൻ ആയിരിക്കും. സോ ഗാർഡിയൻ ഈസ് ഡീംഡ് ആസ് ദ representative assessee or deemed assessee. In case of a deceased person, deceased person എന്ന് പറഞ്ഞാൽ ആരാ, മരിച്ചുപോയ വ്യക്തി. മരിച്ചുപോയ വ്യക്തിയുടെ കേസിൽ 2 രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യണേ. ഒന്ന്, ഇഫ് ഹി ഡൈസ് വിത്തൗട്ട് റൈറ്റിംഗ് ഹിസ് വിൽ
വിൽപ്പത്രം എഴുതി വെക്കാതെ മരിച്ചു പോയ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഇൻകത്തിന് ഡീംഡ് അസസി ആവണത് എൽഡസ്റ്റ് സൺ ഓർ അതർ ലീഗൽ എയേഴ്സ്. ഒരു വ്യക്തി നമ്മൾ വിൽപ്പത്രം ഒന്നും എഴുതി വെക്കാതെ ഇൻഡെസ്റ്റേറ്റ് മരണം എന്നാണ് പറയാം. ഡെത്ത് ഡൈഡ് ഇൻഡെസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് റൈറ്റിംഗ് വിൽ. അങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഇൻകത്തിന് പിന്നെ ടാക്സ് അടയ്ക്കുന്നത് ഏറ്റവും മൂത്ത മകൻ അല്ലെങ്കിൽ അത് അടുത്ത അനന്തരാവകാശികളായിരിക്കും അടയ്ക്കുക. ഇനി ഇഫ് ഹി ഡൈസ് വിത്ത് റൈറ്റിംഗ് വിൽ ആഫ്റ്റർ റൈറ്റിംഗ് ഹിസ് വിൽ, വിൽപ്പത്രം എഴുതി വെച്ചതിന് ശേഷമാണ് മരിച്ചേക്കണെന്നുണ്ടെങ്കിൽ ദ എക്സിക്യൂട്ടർ വിൽ ബി ദ ഡീംഡ് അസസി. എക്സിക്യൂട്ടർ ആരാണ്? ദ പേഴ്സൺ നെയിംഡ് ഇൻ ദ വിൽ. എൻ്റെ സ്വത്ത് വകകൾക്ക് മരണശേഷം ഇന്ന വ്യക്തിയായിരിക്കും എന്നുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ടാവില്ലേ, that person is known as executor. He will be liable for tax. So deceased person's കേസിൽ without writing will ആണെങ്കിൽ legal heirs-ഉം with writing will ആണെങ്കിൽ executor ആയിരിക്കും deemed assessee. And in case of a non-resident Indian, അറിയാം NRI ആണ്. NRIയുടെ കേസിൽ if he has income in India, ഇന്ത്യയിൽ ഇൻകം ഉണ്ടെങ്കിൽ ആരാണ് ഇൻകം ടാക്സ് അടയ്ക്കുക? ദ പേഴ്സൺ ആക്ടിങ് ഓൺ ഹിസ് ബിഹാഫ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്നത് ആരായിരിക്കോ അദ്ദേഹമായിരിക്കും ഇൻകം ടാക്സ് അടയ്ക്കാൻ ലയബിൾ ആവുക. ഇൻ മോസ്റ്റ് കേസസ് വൈഫ് ആയിരിക്കും അല്ലെങ്കിൽ ബ്രദേഴ്സ് ആയിരിക്കാം. അങ്ങനെ ആരാണോ അദ്ദേഹത്തിന് വേണ്ടി ഇന്ത്യയിൽ ആക്ട് ചെയ്യണേ ഹി വിൽ ബി ലയബിൾ ടു പേ ഇൻകം ടാക്സ്. സോ ദിസ് ഈസ് നോൺ ആസ് ഡീംഡ് ഓർ റെപ്രസെന്റേറ്റീവ് അസസി. ദാറ്റ് മീൻസ് an assessee is not actually assessee under this act, but he is deemed to be assessee. He is representing another one. And the third classification is assessee in default. Default എന്ന് പറഞ്ഞാൽ എന്താ? പാലിക്കാതെ വരിക അല്ലെങ്കിൽ തെറ്റ് വരുത്തുക. Assessee in default means a person who does not comply with the legal provisions of the Income Tax Act 1961. ഇൻകം ടാക്സ് ആക്ട് 1961 പറയുന്ന ഏതെങ്കിലും ലീഗൽ പ്രൊവിഷൻസ് അല്ലെങ്കിൽ റൂൾസ് റെഗുലേഷൻസ് അത് പാലിക്കാതെ വരുന്ന വ്യക്തികൾ, അത് കംപ്ലൈ ചെയ്യുന്നതിൽ ഫെയിൽ വരുത്തുന്ന വ്യക്തികളെ വിളിക്കുന്ന പേരാണ് അസസി ഇൻ ഡിഫോൾട്ട്. മിസ് എക്സാമ്പിൾ പറയാം. ഇൻ കേസ് ഓഫ് ആൻ എംപ്ലോയർ, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ എംപ്ലോയർ ടു ഡിഡക്ട് ടാക്സ് അറ്റ് സോഴ്സ് while paying the amount of salary, and also this amount must be deposited in the government treasury. സാലറി കൊടുക്കുന്ന ഒരു എംപ്ലോയറെ സംബന്ധിച്ച് സാലറി കൊടുക്കുമ്പോൾ തന്നെ അതിലുള്ള ടാക്സ് ഡിഡക്ട് ചെയ്തിട്ട് നെറ്റ് സാലറി കൊടുക്കാൻ പാടുള്ളൂ എന്ന് നിയമമുണ്ട്. അങ്ങനെ കട്ട് ചെയ്താൽ മാത്രം പോരാ, ആ കട്ട് ചെയ്ത ടാക്സ് എന്ത് ചെയ്യണം? ഗവൺമെന്റ് ട്രഷറിയിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ ഇഫ് ദ എംപ്ലോയർ ഫെയിൽസ് ടു ഡിഡക്ട് ടാക്സ്, ഒന്നുകിൽ ടാക്സ് ഡിഡക്ട് ചെയ്യാൻ ഫെയിൽ വരുത്തുക, അല്ലെങ്കിൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ബട്ട് ഡസ് നോട്ട് ഡെപ്പോസിറ്റ് ഇൻ ദ ഗവൺമെന്റ് ട്രഷറി, ട്രഷറിയിൽ കൊണ്ട് അടയ്ക്കാൻ വിട്ടുപോവുക. അങ്ങനെയാണെങ്കിൽ ദാറ്റ് പേഴ്സൺ, ദാറ്റ് എംപ്ലോയർ ഈസ് നോൺ ആസ് അസസി ഇൻ default. So these are the major classification of assessee under Income Tax Act: ordinary, deemed and assessee in default.